നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്നത് തിങ്കൾ, വെള്ളി എന്നീ ദിവസങ്ങളിൽ സ്ത്രീകൾ വ്രതം എടുക്കണമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അത് എന്തിനു വേണ്ടി എന്നുകൂടിയാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാ ദിവസവും വ്രതം എടുക്കുന്നത് നല്ലത് തന്നെയാണ്, അതിനുള്ള മുഹൂർത്തങ്ങളുണ്ട്. എന്നാൽ സ്ത്രീകൾ പ്രത്യേകിച്ച് തിങ്കൾ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറയപ്പെടുന്നു. തിങ്കളാഴ്ച വ്രതത്തിന് സോമവാര വ്രതം എന്നും ഒരു പേരുണ്ട്. ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് കുടുംബ ഐശ്വര്യത്തിനും സൽസന്താനത്തിനും വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഒരു കുടുംബിനിയായാൽ കുടുംബത്തെ ഐശ്വര്യം വേണം, നല്ല സന്തതികളും ജനിക്കണം, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി പ്രാചീന കാലം മുതലേ സ്ത്രീകൾ ചെയ്തു വരുന്ന ഒരാചാരമാണ് തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം എന്നിങ്ങനെ. ശിവപാർവതിമാരെ പൂജിക്കലാണ് തിങ്കളാഴ്ച വ്രതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അതായത് എപ്പോഴും ശിവനാമങ്ങൾ ചൊല്ലുകയും വേണ്ടാത്ത ഒന്നും ചിന്തിക്കാതിരിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുകയാണ് തിങ്കളാഴ്ച വ്രതത്തിൻ്റെ പ്രത്യേകത. വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്കും അന്നപൂർണാദേവിക്കും വേണ്ടിയാണത്രേ വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ വെള്ളിയാഴ്ച വ്രതത്തിന് അത്താഴം കഴിക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ത്രീകളും കഴിയുന്നതും ഈ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് ആരോഗ്യം ഇല്ലാത്തവർ ഒരിക്കലും വ്രതം എടുക്കരുത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. വ്രതം എടുക്കുന്നതിന് വേറെയും ഒരു ശാസ്ത്രീയ വശമുണ്ട്. നമ്മുടെ ബോഡിയൊക്കെ നല്ല ശുദ്ധീകരിക്കും എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഈ ഒരു അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.